സരിത ജാനകിയുടെ മൂത്ത മരുമകൾ. അവൾക്ക് പഠിപ്പില്ല എന്ന് എപ്പോഴും പറയും. വീട്ടിൽ നിന്ന് പുറത്തുള്ള ഏത് കാര്യമാണെങ്കിലും അവളെ ഒഴിവാക്കും. സപ്ന മരുമോളെ, നീ എവിടെയാ? ഇന്ന് മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും, അല്ലെങ്കിലേ നമ്മൾ വൈകി. ആ അമ്മേ, എന്റെ അമ്മ എനിക്ക് ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചു തന്ന ആ പേഴ്സ് എടുക്കുകയായിരുന്നു. ഞാൻ പുതിയതായിട്ട് വാങ്ങി തന്ന പ്ലാസോ സൂട്ട് എന്താ അമ്മ ഇടാത്തെ? മോളെ, എനിക്ക് സാരിയാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് നാളെ അത് ഇടാവേ. നമുക്കിനി പോവാം. ദിവാലിയുടെ ഷോപ്പിംഗ് ചെയ്യണേ ഒരുപാട് നേരമാവും. നമുക്ക് പോവാം. രാത്രിയിലെ ആഹാരത്തിന് കൂർക്ക മെഴുക്കുരുട്ടിയും ചോറും ഞാൻ വെക്കട്ടെ? എടി വിദ്യാഭ്യാസം ഇല്ലാത്തവളെ, നിനക്ക് ഈ സമയത്ത് തന്നെ വിളിക്കണോ? വിദ്യാഭ്യാസം ഇല്ലാത്തവൾ ഇങ്ങനെ തന്നെയാ. എന്താന്ന് വെച്ചാ നീ ഉണ്ടാക്കങ്ങോട്ട്. അമ്മ, സരിത ചേച്ചി എന്താ നമ്മുടെ കൂടെ ദിവാലി ഷോപ്പിങ്ങിന് വരാത്തെ? നീ എന്ത് കാര്യായി പറയുന്നേ? നീ മോഡേൺ ആണ്, നിനക്കറിയാലോ. ഇവള് വിദ്യാഭ്യാസം ഇല്ലാത്തവളാ. ഇവൾക്ക് വല്ല അറിവുണ്ടോ മാർക്കറ്റിൽ വന്ന് സാധനം വാങ്ങാൻ? അല്ലെങ്കിൽ ഒരുപാട് വൈകി. വാ പോവാ. അയ്യോ, ഗുഞ്ചൻ മോള് വിളിക്കണു. ആ മോളെ, എന്തുണ്ട്? എനിക്ക് കുഴപ്പമില്ല. ആ ആ ആ ഞാനേ നിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോളാമേ. എന്താ പറഞ്ഞേ? അത്യാവശ്യമാണോ? ഹലോ ഹലോ, കട്ടായി, കിട്ടുന്നില്ല. വന്നിട്ട് നോക്കാം. ഗുഞ്ചൻ ചേച്ചിയാണോ വിളിച്ചത്? അതെ, കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷോപ്പിംഗ് ഒക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ സമാനത്തോടെ വിളിച്ചോളാം. സരിതയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. അമ്മായിയമ്മയും ഇളയ മരുമകളും കൂടെ ദിവാലി ഷോപ്പിങ്ങിന് പോയി. സരിത വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. സരിതയാണ് വീട്ടിലെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അവിടത്തെ ഇളയ മരുമകൾക്ക് ഒന്നും അറിഞ്ഞൂടാ. അതിന് കാരണം എന്താന്ന് വെച്ചാൽ സരിത പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്. അവൾ ഒരു പാവം പിടിച്ച പെണ്ണായിരുന്നു. എന്നാൽ സ്വപ്ന ഒരു പൈസയുള്ള വീട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജാനകി ദേവി അവളെ തലയെ കയറ്റി വച്ചിരുന്നു. പക്ഷെ സരിത ഇതൊന്നും കണ്ടിട്ട് ഒന്നും മിണ്ടൂല. അവളുടെ സ്വഭാവം നല്ലതായിരുന്നു. സരിത, നീ അമ്മയുടെ കൂടെ പോയില്ലേ? നിനക്കും പോകാമായിരുന്നു. അതല്ല, എന്റെ തലയ്ക്ക് ഭയങ്കര വേദന, അതുകൊണ്ട് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതി. പിന്നെ വീട്ടിലെ ജോലികളില്ലേ, അതുകൊണ്ട് പോയില്ല. റൊട്ടി എടുക്കട്ടെ? സരിത, എന്റെ അടുത്ത് വന്നിരിക്കൂ. എനിക്കറിയാം അമ്മ നിന്നോട് നന്നായിയല്ല പെരുമാറുന്നതെന്ന്. ഞാൻ വേണമെങ്കിൽ അമ്മയോട് സംസാരിക്കാം. രാജേഷിന്റെ കല്യാണം കഴിഞ്ഞതു മുതൽ നിന്നെ വീട്ടുജോലികളിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ആ സ്വപ്ന വന്നതിന് ശേഷം നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? അത് കുഴപ്പമില്ലെന്നേ. സ്വപ്നയുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ച് മാസമല്ലേ ആയുള്ളൂ. അവള് കുറച്ച് വിശ്രമിക്കട്ടെ. എനിക്കറിയാം സരിത, നിനക്ക് മനസ്സിൽ ഒരുപാട് വിഷമുണ്ടെന്ന്. പക്ഷെ നീ എന്നോട് പറയാതിരിക്കുന്നതല്ലേ? സരിത ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. സ്വപ്നയും അമ്മായിയമ്മയും വാങ്ങിച്ച സാധനങ്ങളൊക്കെ നോക്കുകയായിരുന്നു. രാജേഷ്, പറയുന്നേ, ഈ ജീൻസ് എങ്ങനെയുണ്ട്? അമ്മ പറയോ, ഇങ്ങനെയാണെ ഒന്നും മിണ്ടൂല. എപ്പോ നോക്കിയാലും ഫോണിന്റെ അകത്താ. എന്റെ മോളെ, നിനക്കധികം വണ്ണം ഇല്ലല്ലോ. നീ എന്തിട്ടാലും നല്ല രസമായിരിക്കും. അല്ലെങ്കിലും എന്റെ മോഡേൺ മരുമകളെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വേഷം ഇടാറുള്ളൂ. നീ സുന്ദരിയല്ലേ. അമ്മ, ഈ നൈറ്റ് സൂട്ട് അമ്മ ഇട്. ഈ കളർ എനിക്ക് ഇഷ്ടായില്ല. ഞാൻ ഈ കറുത്തത് വെച്ചോളാം. എന്റെ മരുമകളെ, നീ ഇതെന്തായി പറയണേ? ഈ വയസ്സാങ്കാലത്ത് ആരെങ്കിലും നൈറ്റ് സൂട്ട് ഇടുവോ? ഒരു കാര്യം ചെയ്യാം, നാളെ പോയിട്ട് ഇത് മാറ്റിയെടുത്ത് നിന്റെ ഇഷ്ടമുള്ള നിറത്തിനൊരെണ്ണം എടുത്തോ. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഇത് സരിത ചേച്ചിക്ക് കൊടുത്തോട്ടെ? അതേ, നിനക്ക് വട്ടായോ? വിദ്യാഭ്യാസം ഇല്ലാത്ത അവൾക്ക് എന്തിനാ ഇതുപോലത്തെ ഒരു നൈറ്റ് സൂട്ടൊക്കെ? നീ നിന്റെ ചേട്ടത്തിയെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചേക്കണേ? നിന്റെ ചേട്ടത്തിക്ക് പഠിപ്പില്ല, അവക്കിതൊന്നും ചേരില്ല. ഒന്നുമേ പഠിക്കാത്തവൾ. എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയില്ല. ഒരു അറിവില്ലാത്തവൾ. ഇതുപോലത്തെ ഉടുപ്പൊക്കെ നിനക്ക് മാത്രമേ ചേരൂ മോളെ. ഇത് നീ മാറ്റി വെക്ക്, നാളെ മാറ്റി മേടിക്കാം. അയ്യോ, ഞാൻ ഗുഞ്ചൻ മോളെ വിളിക്കാൻ വിട്ടുപോയല്ലോ. ഒന്ന് ഞാൻ ഫോൺ വിളിച്ചിട്ട് വരാം. മിസ് കോൾ ഉണ്ട്. ഹലോ, ഗുഞ്ചൻ, നീ ഫോൺ ചെയ്തിരുന്നോ? അതെ അമ്മേ, നാളെ ശില്പിയുടെ ഭർത്താവിന്റെ വീട്ടുകാര് ദിവാലിയുടെയും കർവാചൗത്തിന്റെ ഫംഗ്ഷൻ കൂടാൻ വരുക. എന്റെ അമ്മയമ്മ പറഞ്ഞു നിങ്ങൾ 3 പേരും കൂടെ വരണമെന്ന്. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ശില്പിയും മോള് തന്നെയല്ലേ. ഞങ്ങൾ ഉറപ്പായിട്ടും വരും. രാവിലെ നേരത്തെ വരാം. നീ വിഷമിക്കൊന്നും വേണ്ട. സപ്ന മരുമോളെ മോഡേനാ. അവൾ അവിടെ വന്ന എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ജാനകി ദേവി അവിടെ എന്തു പറഞ്ഞോ അതിന് വിപരീതമായി. സപ്ന മോഡേൺ ആയിട്ടുള്ള സാരിയൊക്കെ ഉടുത്ത് അവൾ അവളുടെ ഫോണും എടുത്ത് കുറച്ചേരം അവിടെ നിൽക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഗുഞ്ചൻ നോക്കുമ്പോൾ സരിത എല്ലാം ശരിയാക്കി കഴിഞ്ഞു. വാതിലിന്റെ മുമ്പിൽ തന്നെ സരിത നല്ലൊരു രംഗോലി ഇട്ടു. അടുക്കളയിൽ ഗുഞ്ചന്റെ അമ്മായിയമ്മയുടെ കൂടെ നിന്ന് എല്ലാം റെഡിയാക്കുകയും ചെയ്തു. ഡ്രോയിങ് റൂമും അടിപൊളിയായി അലങ്കരിച്ചു. ഇതെല്ലാം ഗുഞ്ചൻ കാണുന്നുണ്ടായിരുന്നു. സപ്നയാണെങ്കിൽ ഒരു ഗ്ലാസ് പോലും അവിടെ നിന്ന് ഇവിടെ വെച്ചിട്ടില്ല. വൈകുന്നേരമായപ്പോൾ ശില്പിയുടെ ഭർത്താവിന്റെ വീട്ടുകാർ വന്നപ്പോഴും സരിതയാണ് എല്ലാം ചെയ്തത്. അവരവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ഗുഞ്ചന്റെ അമ്മായിയമ്മ അവളുടെ അടുത്ത് വന്നു. സരിത മരുമോളെ, നല്ല അച്ചടക്കവും അറിവുമുള്ള കുട്ടിയാ നീ.
നിനക്ക് വീട് എങ്ങനെ നോക്കി നടത്തണമെന്നൊക്കെ നിനക്ക് നല്ല അറിവുണ്ട്. നന്ദിയുണ്ട്. നീ ഇന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കി നടത്തി. ഞങ്ങളുടെ ഇവിടെ ആർക്കും രംഗോലി ഇടാൻ പോലും അറിയില്ല. പക്ഷെ നീ എന്ത് ഭംഗിയുള്ള രംഗോലിയാണ് ഗുഞ്ചന്റെ കൂടെ ഇരുന്നിട്ടത്. അതിഥികളെ പോലും നീ നന്നായി നോക്കി. എനിക്കിനി ആഗ്രഹം, കല്യാണത്തിന്റെ സമയത്ത് നീ ഉണ്ടാവണം ഇവിടെ. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ടെൻഷനേ മാറിക്കിട്ടും. താങ്ക് യു സരിത ചേച്ചി. ആശിഷ് പറഞ്ഞത് വീട്ടിലെല്ലാവർക്കും ഇട്ട രംഗോലി ഇഷ്ടായി എന്ന്. നിങ്ങളെക്കുറിച്ച് എല്ലാരും നല്ലതാ പറഞ്ഞേ. അതെ ചേച്ചി. ചേച്ചി ഇന്ന് വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പായിട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷായി. അമ്മയ്ക്ക് ഇതുപോലൊരു മരുമോളെ കിട്ടിയത് അമ്മയുടെ ഭാഗ്യമാണ്. എല്ലാവരുടെ വായിൽ നിന്നും സരിതയെക്കുറിച്ച് നല്ലത് കേട്ടപ്പോ ജാനകി ദേവി ചെയ്തത് തെറ്റാണെന്ന് തോന്നി. എപ്പോഴും അവളെ പഠിക്കാത്തവളും ചീത്തയെന്നും പറയുമല്ലോ. പക്ഷെ ഇന്ന് സരിത നല്ല രീതിയിൽ വീട് നോക്കിയിരുന്നു. ജാനകി ദേവിക്ക് അവൾ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ട് ചെയ്ത തെറ്റ് തിരുത്തണമെന്നും തോന്നി. അമ്മ, ഇന്ന് നമ്മൾ രണ്ടിനും കൂടെ ചേർന്നാണല്ലോ അടുക്കളപ്പണി ചെയ്യുന്നത്. സരിത ചേച്ചി എവിടെ? എനിക്ക് അടുക്കളയിൽ ഭയങ്കര ചൂടെടുക്കുന്നു. ഞാൻ കുറച്ചുനേരം പോയി കിടന്നുറങ്ങിക്കോട്ടെ. ഇന്ന് സരിതയും അജയും കറങ്ങാൻ പോയി. സിനിമ കാണാൻ ഞാനാ പറഞ്ഞു വിട്ടെ. എത്ര നാളായി രണ്ടുപേരും കൂടെ ഒരുമിച്ച് കറങ്ങാൻ പോയിട്ടൊക്കെ. നീ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രാജേഷിന്റെ കൂടെ പോവാറുണ്ടല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ ചെയ്യ്, ഞാനും ചെയ്യുമല്ലേ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്താലേ പെട്ടെന്ന് തീരും. ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത്? സരിത ചേച്ചിയെ വിദ്യാഭ്യാസം ഇല്ലാന്നൊക്കെ പറയുമായിരുന്നല്ലോ. എന്റെ പുറകെ നടന്നതാ. ഇന്നെന്താ തിരിഞ്ഞു വന്നേ? ഇനി ഞാൻ എന്തു ചെയ്യും? ഇവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ജോലി ചെയ്തേ പറ്റൂ. പറയാൻ പറ്റത്തില്ല ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാലോ. എന്ത് പറ്റി സ്വപ്ന മോളെ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ ദിവസത്തിനു ശേഷം ജാനകി ദേവി രണ്ട് മരുമക്കളെ വേർതിരിക്കുന്നത് നിർത്തി. എത്ര ബഹുമാനവും സ്നേഹവും സ്വപ്നയ്ക്ക് കൊടുത്തത് അത്രയും സരിതയ്ക്കും കൊടുക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് സരിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹവും ബഹുമാനമൊക്കെ അവൾക്കിപ്പോ ലഭിക്കാൻ തുടങ്ങി. എന്താ മോണിക്ക, ഇനി ചപ്പാത്തി ചെയ്തില്ലേ നീയേ? എന്താ അടുത്ത വർഷമേ മാവുണ്ടാക്കുള്ളൂ? ഇല്ല അമ്മേ, ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ശരി, ചപ്പാത്തി റെഡിയായതും എന്റെ റൂമിൽ കൊണ്ടുവാ മോളെ. ഞാൻ എന്റെ റൂമിലിരുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ കാണട്ടെ. എല്ലാ പണിയും എന്നോട് തന്നെ പറയുന്നു. ആ പണി ചെയ്യേ, ഈ പണി ചെയ്യേന്ന്. ഞാൻ എന്താ വേലക്കാരിയോ എല്ലാ പണിയും ചെയ്യാൻ? മോണിക്ക, ചപ്പാത്തി ഉണ്ടാക്കിയോ ഇല്ലയോ? ആ കൊണ്ടുവരാം അമ്മേ. ഇതാ. ആ കറിയിൽ കുറച്ച് ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പ് കൊണ്ടുവാ മോളെ. മോനിക്കെ, ലഞ്ച് പാക്ക് ചെയ്തെങ്കിൽ കൊണ്ടുവാ. ആ തരാം. കഴിഞ്ഞു. ഒരു ഡബിൽ സാലഡ് ഇടുന്നതാ ബാക്കി. മോനിക്കെ, ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടുവാ മോളെ. ആ കൊണ്ടുവരാം അച്ഛാ. എപ്പോഴാ വീട്ടുജോലിയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുക? എനിക്ക് ഒരുപാട് ഉറക്കവും വരുന്നുണ്ട്. എനിക്ക് പണി ചെയ്യാനേ വയ്യ. കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ പണി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടിയാൽ മതി. അതിനുശേഷം ഞാൻ പണിയെടുക്കുകയില്ല. എന്താ ഇത്? ഒരു മരുമകൾ പണി ചെയ്യാതിരിക്കാൻ പ്രഗ്നന്റ് ആണെന്ന് നുണ പറഞ്ഞു. അത് കഴിഞ്ഞ് പണിയൊന്നും ചെയ്യാതെ അവൾ പെട്ടുപോയെന്നോ? ഈ ഐഡിയ കൊള്ളാമല്ലോ. ശരി, അപ്പൊ ഞാനും നുണ പറയട്ടെ. അപ്പൊ ഞാനും പണികൾ ചെയ്യണ്ട. ആഹാ, ഇത് കൊള്ളാം. ഇപ്പൊ തന്നെ ഇത് ചെയ്തേക്കാം. മോണിക്ക വീട്ടുപണികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഐഡിയ ആലോചിച്ചു. ഒരു ദിവസം വൈകിട്ട്, അമ്മേ, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലുണ്ട്. തലയൊക്കെ കറങ്ങുന്നു. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. അമ്മയോട് പറഞ്ഞപ്പോ എല്ലാം നല്ല കാര്യമാണെന്ന് അവർ പറഞ്ഞു. മോണിക്ക, നീ ഗർഭിണിയാണ് മോളെ. അതുകൊണ്ടാണ് നിന്റെ അമ്മ ഒരുപാട് സന്തോഷിച്ചത്. ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് ഈ കാര്യം പറയാം. ഞാൻ വിചാരിച്ചത് നടക്കുന്നു. ഇനി അങ്ങനെ ഇരുന്നു കൊണ്ട് കിട്ടുന്നത് കഴിക്കാലോ. നോക്കാം എന്ത് സംഭവിക്കുന്നുവെന്ന്. മോണിക്ക വാഷിംഗ് മെഷീനിൽ തുണിയിട്ടു. അപ്പോ, അയ്യോ മോണിക്ക, എന്തു പറ്റി? എന്താ തല പിടിച്ചിരിക്കുന്നത്? അമ്മ, എനിക്കറിയില്ല, തലയൊക്കെ കറങ്ങുന്നു. അയ്യോ, നീ നിന്റെ മുറിയിൽ ചെന്ന് കുറച്ച് വിശ്രമിക്കും മോളെ. ഈ പണിയൊക്കെ ഞാൻ ചെയ്യില്ലേ? ശരി അമ്മേ, ഞാൻ റൂമിൽ ചെന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. വൈകിട്ട് ഭക്ഷണമുണ്ടാക്കാൻ ചീര കുറച്ച് നന്നാക്കണം. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. നീ ചെന്ന് വിശ്രമിക്കേ. ആഹാ, ഇപ്പൊ എനിക്ക് ജോളിയായി വിശ്രമിക്കാം. മോണിക്ക ഇതുപോലെ നുണ പറഞ്ഞ് സന്തോഷപ്പെട്ടു. അവളുടെ ഭർത്താവും ഇപ്പൊ അവളെ നന്നായി നോക്കി. ഒരു ദിവസം, ഇതിൽ എഴുതിയിട്ടുണ്ട് 3-ാം മാസം സ്റ്റാർട്ടാകുമ്പോൾ ആ വയറ് കുറച്ച് വലുതാവണമല്ലേ? ശരി, ഈ ഷോൾ മടിച്ചു വെച്ചേക്കാം. അപ്പൊ ഒരു 3 മാസം പോലെ വയറ് കാണും.
എവിടേക്കെങ്കിലും പോകുന്ന മോനെ? അതെ അമ്മേ, ഫ്രണ്ട്സ് പാർട്ടി നടത്തുന്നുണ്ട്. ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു. ചേട്ടാ, ഞാനും നിങ്ങളോടൊപ്പം പാർട്ടിക്ക് വരട്ടെ? മോണിക്ക, ഇല്ല മോളെ ഇല്ല. നീ ഇപ്പോ ഗർഭിണിയാണ്. അതും മാസം 3 ആയിട്ടുള്ളൂ. അവിടെ ചെന്ന തിരക്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് നടന്നാൽ പിന്നെ കഷ്ടം നിനക്കാണ്. അയ്യോ, ചുമ്മാ ഇരുന്നിരുന്ന് ബോറടിക്കുന്നു. ഇപ്പൊ ഈ നുണ പറയാതിരുന്നാൽ എനിക്കും അദ്ദേഹത്തോടൊപ്പം പബ്ബിൽ പോകായിരുന്നു. അയ്യോ, ഇപ്പൊ അമ്മായിമ്മ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. മെല്ലെ മെല്ലെ നാളുകളും കഴിഞ്ഞു. മോണിക്ക വീട്ടിലിരുന്ന് അവൾക്ക് ബോറടിക്കാനും തുടങ്ങി. ഒരു ദിവസം, ഏയ് കല്യാണി, നമ്മുടെ പായലിന്റെ ആലോചന നിശ്ചയമായി. നമുക്ക് സഹരൻപുരത്തിലേക്ക് പോകണം. ഈ തിങ്കളാഴ്ചയാണ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ നമ്മൾ എല്ലാവരും പോയേ പറ്റൂ. ശരി, ഞാൻ മാലയോട് പറയാം ഒരു ദിവസം മരുമകളോടൊപ്പം താമസിക്കാൻ. ഇപ്പൊ പാരസും നമ്മളോടൊപ്പം വരണ്ടേ? അതുകൊണ്ട് അവനെയും കൊണ്ടുപോകാം. അമ്മയമ്മേ, എനിക്കും ആഗ്രഹമാകുന്നു. ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ? ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഇതല്ലേ ആദ്യത്തെ ഫംഗ്ഷൻ? ഇല്ല ഇല്ല മോളെ മോനിക്ക, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് നിന്റെ ആദ്യത്തെ കുഞ്ഞാ. കൂട്ടത്തിൽ നിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്നുണ്ടെന്നും നീ എന്നോട് പറയുന്നുണ്ടല്ലോ. അവിടെ ചെന്ന് തല കറങ്ങിയാലോ? ഇതുപോലത്തെ അവസ്ഥയിൽ നിന്നെ കൊണ്ടുപോയി റിസ്ക് ഒന്നും എടുക്കാൻ എനിക്ക് വയ്യ. നീ വീട്ടിലിരുന്ന് വിശ്രമിക്ക്. ഞങ്ങൾ മാത്രം ഫംഗ്ഷന് പോയിട്ട് വരാം. നീ നിന്റെ അനിയത്തി മാലയെ വരാൻ പറ. അവൾ നിനക്ക് തുണിയായി കൂടെ തന്നെ ഉണ്ടാകും. ഇപ്പൊ എന്തു ചെയ്യും? ഇവരെന്നെ എവിടേക്കും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇങ്ങനെ മുഴുവൻ 9 മാസവും ഞാൻ ഇരിക്കണോ? ഇനി 9 മാസം കഴിഞ്ഞ് ഈ സത്യം അവർക്ക് അറിഞ്ഞാലോ? പിന്നെ ഞാൻ ക്ലോസ്. ഇപ്പൊ നടക്കാനുള്ളത് നോക്കാം. അപ്പൊ നടക്കേണ്ടത് നടന്നോളും. അമ്മയമ്മേ പ്ലീസ്, ഞാൻ നിങ്ങളോടൊപ്പം വന്നോളാം. നിങ്ങൾ ആരുമില്ലാതെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. അമ്മേ, പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വണ്ടി പതുക്കെ ഓടിക്കൂ. കല്യാണി, മരുമകൾക്ക് താല്പര്യമാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകൂ. നീ പറയുന്നതും ശരിയാണ്. ഇതുപോലത്തെ സമയത്ത് വിഷമിക്കരുത്. വിഷമിച്ചാൽ പിന്നെ അത് കുഞ്ഞിനെയും ബാധിക്കും. ശരി മോളെ, പക്ഷെ സൂക്ഷിക്കണം. അധികം ചാടി ഡാൻസ് ഒന്നും കളിക്കരുത്. അത് കഴിഞ്ഞ അമ്മായിമ്മ മോനിക്കയെ ഫംഗ്ഷനിൽ കൊണ്ടുപോകാൻ തയ്യാറായി. പക്ഷേ മനസ്സിനുള്ളിൽ മോനിക്ക കുറച്ച് ടെൻഷനായി. ഫംഗ്ഷന് പോകുന്നിടത്ത് ആരെങ്കിലും അവൾ ഗർഭിണിയല്ല എന്ന് കണ്ടുപിടിച്ചാലോ? എല്ലാവരും ഫംഗ്ഷന് പോയി. മോനിക്ക ഗർഭിണിയാണെന്ന് മറന്ന് എല്ലാ സ്ഥലത്തും ഡാൻസ് കളിച്ചു. അപ്പോ അമ്മായിമ്മ കണ്ടു. മോണിക്ക, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ മോളെ, ഫംഗ്ഷനിൽ അധികം ഡാൻസ് കളിക്കരുത് എന്ന്. അപ്പൊ എന്തിനാ വീട്ടിൽ ഡിജെയുടെ അടുത്ത് പോകുന്നേ? നിനക്കറിയില്ലേ ഡാൻസ് കളിക്കരുതെന്ന്? ഇല്ല അമ്മേ, ആശയിടത്തെക്കുറിച്ച് നിർബന്ധിച്ചു. അതുകൊണ്ട് അവരോടൊപ്പം ഡാൻസ് കളിച്ചത്. കല്യാണി, മോണിക്കയെ കണ്ട 3-ാമത്തെ മാസം പോലൊന്നും ഇല്ലല്ലോ. അവൾ എല്ലാവരോടൊപ്പം ചേർന്ന് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടല്ലോ. അയ്യോ ഏട്ടത്തി, ഞാൻ എപ്പോഴോ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതുകുറിച്ച് ശ്രദ്ധിക്കണം എന്ന്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കണ്ടേ? അയ്യോ, ഇവർ നമ്മളെ എൻജോയ് ചെയ്യാനേ വിടുന്നില്ല. ഈ നുണ പറഞ്ഞതിൽ ഞാൻ ഒരുപാട് കാര്യം മിസ് ചെയ്യുന്നു. ആശയെടുത്ത് ഡാൻസ് കളിക്കാനും വിളിച്ചു. പക്ഷേ പോകാൻ പറ്റില്ല. എന്താ ഇത്? പോയി ഫ്രൂട്ട് സാലഡ് കഴിക്കാം. കുറച്ച് ചില്ലാവാം. മോണിക്ക, എന്താ മോളെ ചെയ്യുന്നേ നീ? നീ പപ്പായ കഴിക്കുന്നോ? അയ്യോ, പ്രഗ്നന്റ് ആയ സമയത്ത് പപ്പായ കഴിക്കരുത് മോളെ. ഈ സമയത്ത് അത് കഴിക്കുന്നത് അത്ര നല്ലതുമല്ല. അമ്മേ, കുറച്ച് പഴം കഴിക്കാമെന്ന് കരുതിയതാ. പക്ഷേ ഈ സമയത്ത് പപ്പായ കഴിക്കരുത് എന്ന് എനിക്കറിയില്ല. 9 മാസം കഴിയുന്നവരെ എന്തൊക്കെ പറഞ്ഞു തരണമോ അറിയില്ല. അതാ ഈ ഫംഗ്ഷന് കൊണ്ടുവരണ്ട എന്ന് കരുതിയത്. ചേട്ടത്തി, ഒന്നിങ്ങോട്ട് വരൂ. എനിക്കൊരു പണിയുണ്ട്. ശരി മോളെ, ഇത് ഇവിടെ വെക്കി കഴിക്കണ്ട. പോ, പായൽ വിളിക്കുന്നു. എന്തോ പണിയുണ്ടാകും. പായൽ നിക്ക്, ഞാൻ വരാം. മോണിക്ക പായലിനോടൊപ്പം പോകുമ്പോൾ പെട്ടെന്ന് തലകറങ്ങി അവിടെ അവൾ വീണു. മോണിക്ക, എന്തു പറ്റി മോളെ? അതെ, പാരീസ്, ഇവിടെ നോക്കൂ. മോണിക്കയെ നോക്കൂ, തലകറങ്ങി വീണു. ഞാൻ എത്ര പറഞ്ഞു ഈ അവസ്ഥയിൽ നമ്മളോടൊപ്പം ഫംഗ്ഷനൊന്നും വരണ്ട എന്ന്. ആരെങ്കിലും കേട്ടോ? ഇപ്പൊ നോക്കൂ എന്ത് സംഭവിച്ചു എന്ന്. കല്യാണി, നീ മിണ്ടാതെയിരിക്കെ. ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും സംസാരിക്കാനേ പാടില്ല. ചെറിയച്ഛ നിക്കൂ, ഞാൻ ഇപ്പൊ ചെന്ന് ഫാമിലി ഡോക്ടറെ കോൾ ചെയ്യാം. പായൽ ലേഡി ഡോക്ടറെ വിളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ വന്നു. മോണിക്കയെ ചെക്ക് ചെയ്തു നോക്കി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷീണമുള്ളതുകൊണ്ട് ഇങ്ങനെ ആയതാ. അതുമാത്രമല്ലാതെ അവർ 3 മാസം ഗർഭിണിയല്ലേ. കുഞ്ഞമ്മ 2 പേരും നന്നായിരിക്കുന്നുണ്ട്. ഈ ഡോക്ടർ എന്തു പറയുന്നു? ഡോക്ടർ, ഞാൻ അമ്മയാകാൻ പോകുന്നു. മോണിക്ക, എന്തു പറ്റി മോളെ? നീ അമ്മയാകാൻ പോകുന്നില്ലേ?
ഒന്നുമില്ല, ഇഞ്ചക്ഷൻ ഇട്ടതുകൊണ്ടാണ്. മോണിക്ക കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞാലെല്ലാം ശരിയാകും. അടുത്ത ദിവസം എല്ലാരും പായലിന്റെ നിശ്ചയം കഴിഞ്ഞ് സിറ്റിക്ക് തിരിച്ചെത്തി. ഇവിടെ നോക്ക്, 2 നേരം പാത്രം കഴുകണം, തുണി അലക്കണം, പാചകപ്പണി നോക്കണം. എന്റെ മരുമകൾ ഗർഭിണിയാ. അവൾക്ക് ഒരു കഷ്ടവും കൊടുക്കാതെ എല്ലാ പണിയും നീ ചെയ്യണം. നാളെ തന്നെ ജോലിക്ക് വാ. എന്തായിട്ടാ ഇത്? ഇത്ര പാവകളെ ആർക്കു വേണ്ടിയാ വാങ്ങിച്ചത്? അയ്യോ, ഞാൻ മുത്തശ്ശനാകാൻ പോകുന്നു. ഇത് ചെറിയ കാര്യം വല്ലതുമാണോ? മോനിക്കെ, നീ ഇനി നന്നായി റെസ്റ്റ് എടുക്കണം. ഞാനും കുറച്ച് ദിവസം ഓഫീസിൽ ലീവ് എടുക്കുക. മോളെ മോനിക്ക, നിനക്ക് ഇഷ്ടപ്പെട്ട രാജ്മ ചാവൽ ഞാൻ ചെയ്യാം. പിന്നെ നിനക്ക് മാങ്ങാപ്പുളി കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ പച്ചക്കറിക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദിവസവും വന്നു തരും. ദൈവമേ, ശരിക്കും അമ്മയാകുന്ന സുഖം ലോകത്തിലെ ഏറ്റവും വലിയ സുഖമാ. എന്റെ കുടുംബത്തിൽ എന്നെ എല്ലാവരും എത്ര സ്നേഹിക്കുന്നു. എനിക്ക് കുറച്ച് സുഖമില്ലാതായാൽ പോലും എല്ലാവരും എത്ര കഷ്ടപ്പെടുന്നു. ഞാൻ ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ ഗർഭിണിയാണെന്ന് നുണയാണ് പറഞ്ഞത്. പക്ഷേ ദൈവം എന്നെ ശരിക്കും ഗർഭിണിയാക്കി. അമ്മേ, ഞാൻ നിങ്ങളെക്കുറിച്ച് കെട്ടിപ്പിടിച്ചോട്ടെ. എനിക്ക് അമ്മയുടെ ഓർമ്മ അധികം വന്നു. ഇതിന് അനുമതി ആരെങ്കിലും ചോദിക്കണോ? വാ മോളെ, വേഗം വന്നെന്നെ കെട്ടിപ്പിടിച്ചു വാ. നീ കുറച്ചുനേരം വിശ്രമിച്ചോ? ഞാൻ നിനക്ക് ചൂടായ രാജ്മ ചാവൽ കൊണ്ടുവരാൻ കേട്ടോ. വയറ് നിറയെ നീ ഭക്ഷണം കഴിക്കണം. എന്തെന്നാൽ നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല. എന്റെ പേരക്കുട്ടി നിന്റെ അടുത്തില്ലേ? ശരി അമ്മേ. ഈ ലോകത്തിലേറ്റ സ്നേഹമുള്ളവർ എന്റെ അമ്മായിമ്മയാണ്. Thanks for watching.